ഷെയ്ൻ ശ്രീകുമാർ, ഈ കൊടിമരപ്രതിഷ്ഠ അതിൽ തീരുന്നില്ല. ഈ കുറുപ്പിൻ്റെ ഇടപെടൽ ഇനിയുമുണ്ട് കേട്ടോ. താഴികക്കുടം അഴിച്ചത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരമെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, കൊടിമരം നീക്കം ചെയ്ത സമയത്തെ മഹസറിൽ 3 സ്വർണ്ണ ആലിലകൾ ഉണ്ടായിരുന്നു. സ്ട്രോങ് റൂമിലെത്തിയപ്പോൾ അത് 2ആയി കുറയുന്നു. അതായത് ഒരു ആലില കാണാനില്ല. അപ്പോൾ എല്ലായിടത്തും മാജിക്കാണല്ലോ അന്ന് സംഭവിച്ചത്. നോക്കൂ കൃഷ്ണരാജെ, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ, അതായത് ദ്വാരപാലക കവചങ്ങളായ സ്വർണ്ണപ്പാളികളും അതിൻ്റെ വാതിലുമായി ബന്ധപ്പെട്ട ശ്രീകോവിലിൻ്റെ വാതിലുമായി ബന്ധപ്പെട്ട സ്വർണ്ണപ്പാളിയുമൊക്കെ അഴിച്ചെടുത്തുകൊണ്ട് പോയി. അത് എവിടെയാണെന്നൊരു പിടുത്തവുമില്ല. അതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ദേവസ്വം ഭാരവാഹികളും അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥരൊക്കെ അറസ്റ്റിലായി ജയിലിൽ കിടന്നു. കുറച്ച് പേര് ജാമ്യത്തിലിറങ്ങി. ഇതിൽ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാം കൂടെ കൂട്ടിക്കലർത്താൻ ശ്രമിക്കുകയാണ്. കാരണം യഥാർത്ഥ വസ്തുത എന്ന് പറഞ്ഞാൽ ശബരിമല എന്നല്ല, ഏത് ദേവസ്ഥത്തിലെടുത്താലും ഒരുപാട് അഴിമതിയും ക്രമക്കേടും ഉണ്ടാവും, യാതൊരു സംശയമില്ല. കോടതി തന്നെ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് ശബരിമലയിൽ ഒരു കാര്യത്തിൽ ഒരു എഴുത്തും കുത്തൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. അതായത് അവിടെ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, അവിടുത്തെ KSEB, അവിടെ പോലീസ്, അവിടെ വനം വകുപ്പ്, ഇവർക്കൊക്കെ ശബരിമലയിലെ ആ ഡ്യൂട്ടി സമയത്ത്, അതായത് ശബരിമല മണ്ഡല മകരവിളക്ക് കാലത്തൊക്കെ അവർക്ക് വേണ്ടി ചെലവിടുന്ന പണമുണ്ട്. അത് എത്ര പണം ചെലവിട്ടു, ബാങ്ക് ബാലൻസ് എത്രയാണ്, നടവരവിൻ്റെ, ഇതൊക്കെ കൃത്യമായിട്ട് ജനങ്ങൾ അറിയാറില്ലല്ലോ. അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ വേറെയുണ്ട്. പക്ഷെ നമ്മൾ അതിലേക്കൊക്കെ കൂട്ടിക്കൊഴിച്ച് മുഖ്യമായ വിഷയം എന്താ, ശബരിമല ശാസ്താവിൻ്റെ സ്വർണം കെട്ടു എന്നുള്ളതാണ്. ആ സ്വർണം കെട്ട വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിന് ഒരു CPM-ൻ്റെ നേതാക്കളൊക്കെ പ്രതിപട്ടികയിൽ വന്ന് അവർ ജയിലിൽ കിടക്കുമ്പോൾ പിന്നീട് പിന്നെ CPM മാത്രമല്ല കോൺഗ്രസ്സുകാർ ഉണ്ട് എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് BJP ഒഴിച്ചു നിർത്താൻ കാരണം അവർ ഭരിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്, ഭരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. കോൺഗ്രസ്സുകാർ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി കുറേ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എത്തുന്നില്ലല്ലോ. ഇപ്പോൾ അസംബ്ലിയിൽ തന്നെ ഇവരെ സ്വർണം കെട്ടത് കോൺഗ്രസ് ആണെന്ന് മന്ത്രി ശിവൻകുട്ടി എന്നും പാടുമായിരുന്നു. പക്ഷേ ഏറ്റുപാടാൻ അവരുടെ MLA-മാർ പോലും തയ്യാറല്ല. കാരണം അതൊക്കെ വെറുതെ ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യരാകുകയുള്ളൂ. കാരണം ജയിലിലൊരൊറ്റ കോൺഗ്രസ്സുകാരനും ഇല്ല. ജയിലിൽ കിടക്കുന്ന മുഴുവൻ CPM-ൻ്റെ മുൻ MLA-യും മുൻ ദേവസ്വം ഭാരവാഹികളുമാണ്, അല്ലെങ്കിൽ CPI-യുടെ ഒരു ഭാരവാഹിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കോൺഗ്രസ്സിലേക്ക് എത്തിക്കുക, എല്ലാവരും കള്ളന്മാരാണെന്ന് വരുത്തി, ഇതാണ് ഉദ്ദേശം. ഇവിടെ നമ്മുടെ BJP-യുടെ ജിതിൻ സുഹൃത്ത് പറഞ്ഞ എന്താണ്, അത് CBI-യെ ഏൽപ്പിക്കണം. CBI ഏൽപ്പിക്കണമെന്ന് UDF-ഉം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ CBI ഏൽപ്പിക്കണമെന്ന കാര്യത്തിൽ BJP UDF-ഉം തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. BJP പറയുന്നത് അത് CBI ഏൽപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. UDF പറയുന്നത് CBI ഏൽപ്പിക്കണം, പക്ഷേ കോടതി മേൽനോട്ടം വേണമെന്നാണ്, എന്നാലേ കൃത്യമാവും എന്നുള്ളതാണ്. കാരണം കേന്ദ്ര ഏജൻസികൾ ഒരുപാട് കാര്യങ്ങളൂടെ അന്വേഷിക്കുന്നുണ്ടല്ലോ CPM-മായി ബന്ധപ്പെട്ട്, എന്നിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. കാരണം അവരുടെ ഒരു സൗഹൃദം അങ്ങനെയാണ്, രാഷ്ട്രീയ സൗഹൃദം അങ്ങനെയാണ്. കാരണം കേരളത്തിലെ കോൺഗ്രസിനെയാണ് 2 കൂട്ടർ എതിർക്കുന്നത്. അപ്പോൾ പിന്നെ വെറുതെ കോൺഗ്രസിന് ഒരു മേൽക്കൈ ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ UDF പറഞ്ഞത് ജനം അംഗീകരിച്ചില്ലേ? ശബരിമല യുവതീ പ്രവേശന കാലം തൊട്ട് അന്ന് BJP പറഞ്ഞത് ജനം അംഗീകരിച്ചില്ലല്ലോ. എന്തുകൊണ്ടാണ് UDF പറഞ്ഞതൊക്കെ ജനം അംഗീകരിച്ചത്? അതുകൊണ്ടല്ലേ പത്തനംതിട്ടയിൽ ഇന്നും അവിടുത്തെ ഒരു MP കോൺഗ്രസ്സായിട്ട് ആൻ്റണി തുടരുന്നത്. ഇത്തവണ നോക്കൂ നിങ്ങൾ, പത്തനംതിട്ടയിലെ പന്തളത്ത് LDF ജയിച്ചു. അപ്പോൾ അതുകൊണ്ട് അതിനർത്ഥം എന്താ വെച്ചാൽ ശബരിമല അയ്യപ്പൻ്റെ വിഷയം മാത്രമായിരുന്നില്ല ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ. അതൊരു വിഷയമാണ്, അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾക്ക് ഒരു കാരണം ഗവൺമെൻറ്റിൻ്റെ എതിരായ വികാരമാണ്. അതിൻ്റെ ഒരു ഘടകം ഈ ശബരിമലയും കൂടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക്. പക്ഷേ അത് UDF-ൻ്റെയും കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുമ്പോൾ എല്ലാ വിഷയങ്ങളും പറയും. പക്ഷേ ചില പത്രങ്ങളും ചില വാർത്താമാധ്യമങ്ങളൊക്കെ ശബരിമലയാണ് UDF-നെ ജയിപ്പിച്ചെന്ന് പറയും. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം ശബരിമല എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസത്തെ മാത്രം ഹനിച്ച ഒരു വിഷയമാണ്. നേരെ മറിച്ച് അതല്ലാതെ ജനകീയ പ്രശ്നങ്ങൾ വേറെ ഒരുപാടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കൃഷ്ണരാജ് ചോദിച്ച വിഷയങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞ, ഇതിനു മുമ്പ് സംസാരിച്ച 2 പേരും പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ അഡ്വക്കേറ്റ് കമ്മീഷണറെ കുറിച്ചാണ്. പക്ഷേ അഡ്വക്കേറ്റ് കമ്മീഷണറെ ഈ സ്വർണ്ണ കൊടിമരം സംബന്ധിച്ച റിപ്പോർട്ടും വാജിവാഹനം സംബന്ധിച്ച റിപ്പോർട്ടും ഒക്കെ കോടതി അംഗീകരിച്ച് അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കതല്ലേ മുഖവിലിക്കെടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഈ സ്വർണ്ണ പാളികൾ എടുത്തു കൊണ്ടുപോയതും വാതിലെടുത്തു കൊണ്ടതൊക്കെ പറഞ്ഞപ്പോഴാണ് സ്വർണ്ണ കൊടിമരത്തിലേക്ക് എത്തിയത്. എന്നിട്ടൊരു ഒരു ഭാഷ ഉപയോഗിച്ചു, ചെതലരിച്ചു. ഒരു കോൺക്രീറ്റ് ചെതലരിച്ചു എന്ന് ആരെങ്കിലും പറയുമോ? അത് പറയുന്ന ആ സമയത്ത് അവിടെയുള്ള ഒരു നാട്ടുഭാഷ അനുസരിച്ച് ചെതലരിച്ചു എന്ന് പറഞ്ഞു കാണും. നമ്മുടെ തൃശ്ശൂരും പാലക്കാടൊക്കെ പൂതലിച്ചു എന്ന് പറയും, ചിലയിടത്ത് ജീർണിച്ചു എന്ന് പറയും. അപ്പോൾ കൊടിമരം എന്തായാലും ജീർണിച്ചു, അത് മാറ്റണമെന്ന ഒരു ദേവപ്രശ്നം വന്നു, അവർ മാറ്റി.
അപ്പോൾ അതിലത്തെ വാജിവാഹനം കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ തന്ത്രിയുടെ പക്കലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്ത്രിക്ക് കൊടുത്തത് എന്തിനാണ്? അന്ന് ദേവസ്വം പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും മെമ്പർ അജിത് തറയിലും അതുപോലെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ ആയിരുന്നു എന്നുള്ളതുകൊണ്ട് UDF-ന്റെ കാലത്ത് നിയമിച്ച ബോർഡ് LDF ഭരണമെന്ന ആദ്യത്തെ ഒരു വർഷം തുടർന്നുകൊണ്ട് അവരുടെ ഒരാളെ ശ്രീ രാഘവനെ അവർ മെമ്പറാക്കി വെച്ചു. അങ്ങനെ അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഹൈക്കോടതി അഡ്വക്കേറ്റ് കമ്മീഷണർ സാന്നിധ്യത്തിൽ കൊടിമരം മാറ്റി അതിലത്തെ ശില്പങ്ങൾ അതെവിടെ? അത് കാണാനില്ല. അവസാനം അത് സ്ട്രോങ് റൂമിൽ അത് കണ്ടെത്തി. അപ്പോൾ കൊടിമരത്തിനെ സംബന്ധിച്ച തർക്കം അവിടെ തീർന്ന് കോടതി അവസാനിപ്പിച്ച കേസാണ്. അതുകൊണ്ടാണ് ഇന്ന് SITയുടെ അന്വേഷണത്തിലേക്ക് കൊടിമരം കൊണ്ടുവരാത്തത്. കൊടിമരത്തിൻ്റെ അന്വേഷണം വേറെ വിജിലൻസ് അന്വേഷിച്ചാൽ മതി എന്നാണല്ലോ കോടതി പറഞ്ഞത്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിൽ വേണ്ട. കാരണം എന്താ? പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിൽ വേണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇന്നത്തെ വാർത്തയാണ്, കൂടുതൽ വിവരങ്ങൾക്ക് അറിയില്ല. അപ്പോൾ കോടതി എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക വിജിലൻസ് സംഘത്തെ അന്വേഷിക്കാൻ തീരുമാനിച്ചു. ഒരു DYSP മിസ്റ്റർ ഹരിയെ അതിൻ്റെ ചുമതല ഏൽപ്പിക്കാനായിട്ട് വാർത്തയെ കാണുന്നു. അപ്പോൾ അവിടെ അന്വേഷിക്കട്ടെ. അപ്പോൾ ആ വിജിലൻസ് കോടതി റിപ്പോർട്ടായിട്ട് കോടതി കൊടുത്തിരിക്കുന്നതിൽ ഇന്നലെ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് 2017 ഈ ബോർഡ് ഭരിച്ച അജയ് തറയിലും പ്രയാറും അടക്കമുള്ളവർക്ക് അതിൽ ബന്ധമില്ലെന്ന റിപ്പോർട്ടാണെന്നാണ് പറയുന്നത് വിജിലൻസിൻ്റെ. അങ്ങനെയാണ് പിന്നെ വെറുതെ അതിൽ UDF-നെ കൊണ്ടുവരാൻ പറ്റില്ല. കൃഷ്ണരാജ് ഒരു കാര്യം ആലോചിക്കണം. ഇതിൽ രാഷ്ട്രീയം ഉണ്ടെന്നുള്ള ശരിയാ, പക്ഷേ ഇതിൽ UDF-നെ കുടുക്കിയേ അടങ്ങൂ എന്നൊരു വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം 6 ഗവൺമെൻറ് ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട ആ ഒരു കാലയളവിൽ 6 ഗവൺമെൻറ് വന്നു. അതിൽ 4 LDF ആണ്, 2 UDF-ഉം. ഈ LDF-ന്റെ കാലത്ത് ഇതെല്ലാം സംഭവിച്ചത്. അത് സംബന്ധിച്ച് അന്വേഷണം നടന്നത്, അതിൽ ജയിലിൽ പോയത് മുഴുവൻ CPM നേതാക്കളും അവരുടെ ഭാരവാഹികളുമാണ്. അതിലിപ്പോൾ UDF എന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ അതിന് മുൻപ് സംഭവിച്ചതാണ്. പ്രയാറിന്റെയും അജയ് തറയിലിന്റെയും കാലത്ത് സംഭവിച്ചാണ് ഈ പറയുന്നത്. അവരൊരു ദ്വയമായിരുന്നുവെന്നാണ് മുൻ വിജിലൻസ് ചീഫ്, ദേവസ്വം വിജിലൻസ് ചീഫ് പറയുന്നത്. അങ്ങനെയാണ്, അവർ രണ്ടുപേരും ഒന്നായിരുന്നു എല്ലാ പ്രവർത്തനങ്ങളിലും എന്നാണ്. അല്ല, ഒരു ബോർഡ് എന്ന് പറയുമ്പോൾ ആ ബോർഡിലെ 3 പേരും തുല്യരല്ലേ? 3 മെമ്പർമാരും തുല്യരാണ്. അതിലൊരാൾ പ്രസിഡന്റാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ അവരെടുക്കുന്ന അല്ല, അത് പിന്നെ ഇദ്ദേഹം പറയുന്നതല്ലേ. അതെന്താണെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും കോൺഗ്രസ്സുകാരായതുകൊണ്ട് കൂടുതൽ അടുപ്പം കാണില്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ CPM-ന്റെ അന്നത്തെ മെമ്പർ പറഞ്ഞത് ഈ കൊടിമര മാറ്റലിൽ ഞാൻ പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ പിന്നീടൊരു വീഡിയോ വന്നപ്പോൾ അദ്ദേഹവും പങ്കെടുത്തിട്ടുണ്ടെന്ന് തെളിഞ്ഞില്ലേ? അപ്പോൾ അതിന് പ്രശ്നം എന്താ പറയുക കൃഷ്ണരാജ്? ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ അജയ് തറയിലൊക്കെ ഭയങ്കര ഭക്തന്മാരാണ്, ഭയങ്കര വിശ്വാസികളാണ്. അവർക്ക് അയ്യപ്പനെ പേടിയുണ്ട്. അതുകൊണ്ട് ക്രമക്കേടിനൊന്നും അവർ കൂട്ടിരിക്കുന്നത് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇതുവരെ അവർ അജയ് തറയിലൊക്കെ ഇന്നും പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട്. ഒരു ബോർഡ് ഭരിച്ചു എന്ന് പറഞ്ഞു, ആ ബോർഡിൻ്റെ കാലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കുറ്റക്കാരാണ് ആകെ കണ്ടെത്തട്ടെ. പക്ഷേ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലല്ലോ. അപ്പോൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും. ഇതിപ്പോൾ വാജിവാഹനം തന്ത്രിക്ക് കൊടുത്ത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അത് അങ്ങനെയാണ്, ദേവസ്വം ബോർഡ് ഉത്തരവുണ്ട്. ആ ഉത്തരവ് കൃത്യമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആ ഉത്തരവ്. അതായത് ശബരിമലയിലത്തെ ആ കൊടിമരത്തിൻ്റെ മുകളിലുള്ള വാജിവാഹനം എന്ന് വെച്ചാൽ കൊടിമരം മാറ്റിക്കളയുമ്പോൾ അതൊരു ജഡത്തിന് തുല്യമാകും, മൃതദേഹ സമാനമാകും. അതുകൊണ്ട് അതിൻ്റെ ആ വാജിവാഹനം പിന്നെ അതുകൊണ്ട് സാധാരണ ദർശനത്തിനോ ക്ഷേത്രത്തിലോ വെക്കാറില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അത് തന്ത്രിമാർ കൊണ്ടുപോകാറുണ്ട്, ചിലത് കൊണ്ടുപോകില്ല, ചിലത് ഉരുക്കി അത് വേറെ രീതിയിലൊക്കെ ആക്കി മാറ്റും. അപ്പോൾ അത് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, മറ്റുള്ള ശില്പങ്ങളെല്ലാം സ്ട്രോങ് റൂമിലും ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രശ്നം കഴിഞ്ഞു. പിന്നെ സ്വർണത്തിൻ്റെ കാര്യത്തിൽ എന്താണ് ഒരു തർക്കം വന്നു. ആ തർക്കമാണെങ്കിൽ അത് കോടതി അന്വേഷിക്കട്ടെ. ഇന്നിപ്പോൾ അജയ് തറയിൽ വ്യക്തമായിട്ട് കുറേ കണക്കുകൾ കാണിച്ചിട്ടുണ്ട്. വിശ്വാസം ഇല്ലെങ്കിൽ കോടതി അന്വേഷിച്ചോട്ടെ. കോടതി എന്താ പറഞ്ഞത്? അത് പ്രത്യേക വിജിലൻസ് അന്വേഷിക്കട്ടെ എന്നാണ് പറഞ്ഞത്, അല്ലാണ്ട് SIT അല്ല. കാരണം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിലേക്ക് ഇത് വരണമെങ്കിൽ അത് കോടതി പറയേണ്ടതല്ലേ. പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത് വളരെ ഗൗരവമായ വിഷയമാണ്. കാരണം സ്വർണ്ണപ്പാളിയെ ആ തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ കൃഷ്ണരാജെ.